ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിമ്പിളായിട്ട് മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഒരു കഷ്ണം സവാളയും മൂന്ന് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ടൊമാറ്റോ എടുത്തിട്ട് ഞാനൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണാണ് മുളക് പൊടി. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ആഡാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് ഇട്ട് വരും. ഇഷ്ടമുള്ളവർക്ക് അത് ആഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പാക്കാം. അത് നന്നായിട്ട് പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് തിള വന്നിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കുക. ഞാൻ പിന്നെ അതിന് ശേഷം വീണ്ടും ആഡാക്കി കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം, 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡാക്കിയത്. അതിന് നല്ല തിളച്ചതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പണാക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് ചട്ടി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് നോക്കുക, തവി ഉപയോഗിക്കാതെ. ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഉണ്ടെങ്കിൽ ഒന്ന് നല്ല ടേസ്റ്റ് ആവും. ഞാൻ ഇതിടാൻ മറന്നു പോയതാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.